Next question number 24. Question number 24 വീണ്ടും കോണിക് സെക്ഷൻ എന്നുള്ള ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഹൈപ്പർബോളയാണ്. Let h1 equal to x square by a square minus y square by b square equal to 1 ഒരു ഹൈപ്പർബോള. അടുത്തത് വേറൊരു ഹൈപ്പർബോള, അതിൻ്റെ കോൺജുഗേറ്റ് ഹൈപ്പർബോളയാണ്. y സ്ക്വയറിനാണ് പോസിറ്റീവ്, x സ്ക്വയർ നെഗറ്റീവ്. ക്യാപിറ്റൽ A സ്മോൾ b, ക്യാപിറ്റൽ A ക്യാപിറ്റൽ B. B2 hyperbolas having length of lattice rectum 15 root 2 and 12 root 5. Let their eccentricities be E1 equal root 5 by 2, E2 equal and E2 respectively if product of length of their transverse axis equal to 100 root 10 then 25 E2 square is equal to അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഇൻഫർമേഷൻ വെച്ചിട്ട് മൂവ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25 E2 സ്ക്വയർ ആണ്. അതായത് രണ്ടാമത്തെ ഹൈപ്പർബോള അതിൻ്റെ എക്സെൻട്രിസിറ്റിയുടെ സ്ക്വയറിൻ്റെ 25 ടൈംസ് ആണ് കാണേണ്ടത്. അപ്പോൾ H1 എന്നുള്ള ഹൈപ്പർബോളൻ്റെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം H1 ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 2b സ്ക്വയർ ബൈ എ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b സ്ക്വയർ ബൈ എ ആണ്. അത് 15 റൂട്ട് 2 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് H2 എന്ന് പറഞ്ഞാൽ y സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2a സ്ക്വയർ ബൈ ബി ആയിരിക്കും. അതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2a സ്ക്വയർ ബൈ ബി ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ 2b സ്ക്വയർ ബൈ എ. അതായത് ഏതിലാണോ നെഗറ്റീവ് ഉള്ളത് അതിൻ്റെ 2 സ്ക്വയർ ബൈ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ അത് 12 റൂട്ട് 5 അതാണ് ഫസ്റ്റ് രണ്ട് ഇൻഫർമേഷൻ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. രണ്ടാമത്തതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം കോൺജുഗേറ്റ് ഹൈപ്പർബോളയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ലെറ്റ് ദെയർ എക്സെൻട്രിസിറ്റീസ് ബി E1 ആൻഡ് E2. അപ്പോൾ ഫസ്റ്റ് ഹൈപ്പർബോള H1ൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ E1 ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അപ്പോൾ E1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. E1 ഇവിടെ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? E1 ഈക്വൽ ടു റൂട്ട് 5 ബൈ 2, റൂട്ട് ഓഫ് 5 ബൈ 2 ആണ്. അപ്പോൾ E1 സ്ക്വയർ ഈക്വൽ ടു 5 ബൈ 2. അപ്പോൾ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 3 ബൈ 2. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 3 ബൈ 2 ആണ്. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ ബൈ 2. ബി സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ ബൈ 2. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്നെടുക്കാം. ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3. ഇനി 1ഉം 3യും കൂടിയും സോൾവ് ചെയ്യാം, കാരണം അതിൽ ബി സ്ക്വയർ ഉണ്ട്. ആ ബി സ്ക്വയർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിയും എയും അവിടെ നിന്ന് കിട്ടും. 1 ആൻഡ് 3. 1ൽ പറയുന്നു 2b സ്ക്വയർ ബൈ എ ഈക്വൽ ടു 15 റൂട്ട് 2. 3ൽ പറയുന്നു ബി സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ ബൈ 2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3a സ്ക്വയർ ബൈ 2 15 റൂട്ട് 2 2 ക്യാൻസലായി, എ ക്യാൻസലായി. അപ്പോൾ എ ഈക്വൽ ടു 5 റൂട്ട് 2 കിട്ടും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റൂട്ട് 3a ബൈ റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു 5 റൂട്ട് 2 ബൈ റൂട്ട് 2. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 5 റൂട്ട് 3 ആണ്. എ 5 റൂട്ട് 2 ആണ്, ബി 5 റൂട്ട് 3 ആണ്. എ 5 റൂട്ട് 2 ആണ്, ബി 5 റൂട്ട് 3 ആണ്. അപ്പോൾ എയും ബിയും കിട്ടി. ഇനി ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് ദെയർ ട്രാൻസ്വേഴ്സ് ആക്സസ് ഈസ് 100 ഇൻറ്റു റൂട്ട് 10. ഈ 100 ഇൻറ്റു റൂട്ട് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ ട്രാൻസ്വേഴ്സ് ആക്സസിൻ്റെ പ്രൊഡക്റ്റാണ്. ഫസ്റ്റിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഏതിലാണോ പോസിറ്റീവ്, അതായത് ട്രാൻസ്വേഴ്സ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ എ ആണ് ട്രാൻസ്വേഴ്സ് ആക്സിൽ ഉണ്ടാവുക, ഇതിൽ ബി ആണ് ട്രാൻസ്വേഴ്സ് ആക്സിൽ ഉണ്ടാവുക. ട്രാൻസ്വേഴ്സ് ആക്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ, അപ്പുറത്താണെങ്കിൽ 2 ഇൻറ്റു ബി.
അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റാണ് 100√10. ഇതിൻ്റെ പ്രൊഡക്റ്റാണ് 100√10. അപ്പോൾ 100√10 ഈക്വൽ ടു 4AB. A ഇൻറ്റു ബി ഈക്വൽ ടു 25√10. അപ്പോൾ ബി ഈക്വൽ ടു 25√10 ബൈ എ. ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ 25√10 ബൈ എ അല്ലേ. എ എന്താണ് 5√2. എ 5√2 ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 5√5. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 5√5 കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ 5√5 ആണ്. ക്യാപിറ്റൽ ബി 5√5 ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ 2, ഇനി സ്മോൾ എയും കൂടി, ഇനി ക്യാപിറ്റൽ എ കിട്ടണം. ആ ക്യാപിറ്റൽ എ കിട്ടാനാണ് ഇക്വേഷൻ 2 നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ എന്താണുള്ളത്? 2 ഇൻറ്റു ക്യാപിറ്റൽ എ സ്ക്വയർ ബൈ ബി ഈക്വൽ ടു 12√5 ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6√5 ഇൻറ്റു ബി ആണ്. എ സ്ക്വയർ ഈക്വൽ ടു 6√5 ഇൻറ്റു ബി എന്താണ് 5√5. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 150 കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു 5√6. എ ഈക്വൽ ടു 5√6 ആണ്. എ ഈക്വൽ ടു 5√6 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് 25 ഇൻറ്റു E2 സ്ക്വയർ ആണ്. 25 ഇൻറ്റു E2 സ്ക്വയർ. E2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അതായത് ഇവിടുത്തെ ബി സ്ക്വയർ എന്താണ്? 25 ഇൻറ്റു 5 125 ആണ്. 125. ഇവിടെ എ സ്ക്വയർ 150. അപ്പോൾ നമ്മുടെ ആൻസർ 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അതായത് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇവിടെ 1 പ്ലസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. 25 ഇൻറ്റു 1 പ്ലസ് 150 ബൈ 125. 25 ഇൻറ്റു 1 പ്ലസ് 6 ബൈ 5. 11 ഇൻറ്റു 5 55 ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. 55 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. 25 ഇൻറ്റു E2 സ്ക്വയർ. 25 ഇൻറ്റു E2 സ്ക്വയർ 55 ആണ് ആൻസർ. ഇൻറ്റിജർ ടൈപ്പ് ആയിരുന്നു ക്വസ്റ്റ്യൻ. 55 കോണിക്കിൽ നിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോണിക്കിൽ നിന്ന് ഹൈപ്പർബോളയുള്ള അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 25 ആണ്.